ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന മലയാളികളായ പൊളിറ്റിക്കൽ അനലിസ്റ്റുകളുടെ കൂട്ടായ്മയായ PSR റിസർച്ച് പുറത്തുവിട്ട കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് സർവേ ഫലത്തിൻ്റെ വിശദാംശങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. നേരത്തെ 2 വീഡിയോകളിലായി വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും എങ്ങനെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ വിധിയെഴുത്തുണ്ടാവുക എന്നതിൻ്റെ സൂചന നൽകിയിരുന്നു. വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും UDFന് അനുകൂലമായ ഒരു വികാരമുണ്ട് എന്ന് ആ സർവേ ബോധ്യപ്പെടുത്തുമ്പോൾ തെക്കൻ കേരളത്തിൽ പക്ഷേ അങ്ങനെയല്ല സാഹചര്യം. തെക്കൻ കേരളത്തിലെ ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലായുള്ള 39 സീറ്റുകളിൽ കഴിഞ്ഞ തവണ 35 എണ്ണവും നേടിയ LDFന് ആ ആധിപത്യം നിലനിർത്താനാകില്ലെങ്കിലും ബഹുഭൂരിപക്ഷം സീറ്റുകളും അവരോടൊപ്പം നിൽക്കും എന്ന് തന്നെയാണ് ഈ സർവേ പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനം തിരുവനന്തപുരമാണ്. 14 സീറ്റുകളുള്ള തിരുവനന്തപുരത്ത് 10 സീറ്റുകൾ വരെ LDFന് നിലനിർത്താനാകും. കഴിഞ്ഞ തവണ 13 ഉണ്ടായിരുന്നു, ഇത്തവണ 10 സീറ്റുകൾ വരെ നിലനിർത്താനാകും എന്ന സൂചനയാണ് ഈ സർവേ നൽകുന്നത്. നമുക്ക് പരിശോധിക്കാം. ആലപ്പുഴയിൽ നിന്നും തുടങ്ങാം. അരൂരിൽ ഇപ്പോൾ CPMൻ്റെ MLA ആണ്, LDF വിജയിച്ച ഇടമാണ്. അവിടെ UDF സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാൻ ഒരു നേരിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഈ സർവേ പറയുന്നത്. 41% UDFനും 39 LDFനും. ചേർത്തലയിലേക്ക് വരുമ്പോൾ അവിടെ സുരക്ഷിതമായി മന്ത്രി P. പ്രസാദ് മണ്ഡലം നിലനിർത്തും എന്ന സൂചനയാണ് നൽകുന്നത്. അദ്ദേഹത്തിന് 47%, എതിരാളിക്ക് 38% വോട്ടാണ് പ്രവചിക്കുന്നത് സർവേ. ആലപ്പുഴയിൽ 43-ഉം 42-ഉം. 43% വോട്ട് LDFൻ്റെ സിറ്റിംഗ് MLA PP ചിത്തരഞ്ജന്. അവിടെ KSUവിൻ്റെ നേതാവാണ് UDF സ്ഥാനാർത്ഥിയായി എത്തുന്നത്. സാമുദായിക സമവാക്യങ്ങൾ അദ്ദേഹത്തിന് അനുകൂലമാക്കി മാറ്റിയെടുക്കാനാകുമെന്ന് UDF വിശ്വസിക്കുന്നുണ്ട്. ഒരു ടൈറ്റ് പോരാട്ടം അവിടെ നടക്കുന്നുണ്ട് എന്ന സൂചന നൽകുന്നുണ്ട്. പക്ഷേ വിജയം LDFനൊപ്പം ആയിരിക്കും എന്നുള്ളതാണ്. അമ്പലപ്പുഴ സുധാകരൻ്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ശ്രദ്ധേയമായ ഇടം. അവിടെ 1% വോട്ട് വ്യത്യാസത്തിൽ H. സലാം പരാജയപ്പെടുമെന്ന സൂചന ഈ സർവേ നൽകുകയാണ്. 42-41. ഒരു കാര്യം കൂടി പറയാം. ദ ജേണോയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സർവേ റിപ്പോർട്ടിനെ അതേപടി അവതരിപ്പിക്കുന്നു എന്നതാണ്. ഇത് ഞങ്ങളുടെ അഭിപ്രായമല്ല. നമ്മുടെ അഭിപ്രായം സ്വാഭാവികമായി ഇതിന് പിന്നാലെ ജില്ലകൾ തിരിച്ചുള്ള അവലോകനങ്ങളായി വരുന്നുണ്ട്. എന്തായാലും അമ്പലപ്പുഴയിൽ 41-42 വോട്ട് അവിടെ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സ്വതന്ത്രൻ G. സുധാകരൻ നേടും എന്നതാണ്. കുട്ടനാട്ടിലേക്ക് വരുമ്പോഴും അവിടെയും UDF വിജയിക്കും എന്നുള്ളതാണ്. തോമസ് കെ തോമസിന് പരാജയപ്പെടുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട്. റജി ചെറിയാനിലൂടെ അവിടെ UDF പിടിച്ചെടുക്കും. 4% വ്യത്യാസമുണ്ട്. 42-38. ഹരിപ്പാട്ട് രമേശ് ചെന്നിത്തല സുരക്ഷിതമായി 11% വോട്ട് വ്യത്യാസത്തിൽ വിജയിക്കും എന്ന് സർവേ പറയുന്നുണ്ട്. 47-36. കായംകുളത്ത് ഒരു അട്ടിമറി പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട് ഈ സർവേയുടെ വിശകലന പ്രകാരം. 43% വോട്ട് ലിജു നേടുമ്പോൾ പ്രതിഭയ്ക്ക് 41% വോട്ട് മാത്രമേ നേടാനാകൂ എന്നുള്ളതാണ് ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ. പ്രതിഭയ്ക്കെതിരെ നടന്ന ആക്ഷേപം ഏത് തരത്തിൽ അവിടെ ബാധിക്കുമെന്നുള്ളത് കൂടിയൊക്കെ നമ്മൾ കണക്കിലെടുക്കണം. ഇതൊക്കെ ഈ മാർച്ച് 22 വരെയുള്ള ദിവസങ്ങളിലെ സ്ഥിതിവിശേഷം വച്ചിട്ട് തയ്യാറാക്കിയ സർവേ റിപ്പോർട്ടാണ് എന്ന് നമ്മൾ മറക്കാതിരിക്കുക. മാവേലിക്കരയിൽ പക്ഷേ ഒരു പുതുമുഖ സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുന്നതിലൂടെ, മുത്താര രാജനെ അവതരിപ്പിക്കുന്നതിലൂടെ UDFന് നേട്ടമുണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അരുൺ അവിടെ 40% വോട്ട് നേടി വിജയിക്കും. 38% അവിടെ UDF സ്ഥാനാർത്ഥിക്ക് കിട്ടുക എന്ന് ഈ സർവേ പറയുന്നു. ചെങ്ങന്നൂരിലും 10% വോട്ടിൻ്റെ വ്യത്യാസത്തിൽ മന്ത്രി സജി ചെറിയാൻ വിജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് സർവേ പറയുന്നു. 46-36 അതാണ്. ഇനി നമ്മൾ പത്തനംതിട്ടയിലേക്കാണ് എത്തുന്നത്. പത്തനംതിട്ടയുടെ ഭാഗമാണ്. തിരുവല്ലയിൽ ഒരു അട്ടിമറി പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതി അവിടെ അനൂപ് ആൻ്റണിയിലൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിലും NDAക്ക് അവിടെ 23% വോട്ട് മാത്രമേ നേടാനാകൂ എന്നാണ് സർവേ പറയുന്നത്. 37% മാത്യു ടി തോമസ് നേടുമ്പോൾ അവിടെ വർഗീസ് മാമൻ 39% വോട്ട് നേടി വിജയിക്കും. UDFന് നേട്ടമുണ്ടാക്കാനാകും എന്നാണ് പറയുന്നത്. റാന്നിയിലേക്ക് വരുമ്പോൾ റാന്നിയിൽ 37 LDFന് 40 UDFന്. പഴകുളം മധു അവിടെ ഒരു വിജയം ഉണ്ടാക്കും എന്ന പ്രതീക്ഷയാണ് ഈ സർവേ ഫലം പങ്കുവയ്ക്കുന്നത്. 40-37 അതാണ് റാന്നിയിലെ സ്ഥിതിവിശേഷം. പ്രമോദ് നാരായണന് 37% വോട്ട് മാത്രമേ ഉണ്ടാകൂ എന്നുള്ളതാണ്. പത്തനംതിട്ട ജില്ലയിൽ ശ്രദ്ധേയമായ ത്രികോണ മത്സരം നടക്കുന്ന ആറന്മുളയിൽ ഒരു നെക്ക് ടു നെക്ക് ഫൈറ്റാണ് എന്ന സൂചന വരുന്നു. ആ നെക്ക് ടു നെക്ക് ഫൈറ്റിൽ വീണ ജോർജ് 1% വോട്ടിൻ്റെ വ്യത്യാസത്തിൽ വിജയിക്കുമെന്ന സൂചനയാണ് നൽകുന്നത്. കുമ്മനത്തിന് 32%, വീണയ്ക്ക് 34%, അബിൻ വർക്കിക്ക് 33%. അങ്ങനെയാണ് ഈ PSRൻ്റെ സർവേ ഫലം പറയുന്നത്. കോന്നിയിലേക്ക് വരുമ്പോഴും ഒരു ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതിയുണ്ടെങ്കിലും
ഒരു 2% വോട്ട് വ്യത്യാസത്തിൽ UDF സ്ഥാനാർത്ഥി ജയിക്കുമെന്നാണ് ഈ സർവേ പറയുന്നത്. അവിടെ സതീഷ് കൊച്ചുപറമ്പിൽ വിജയിക്കും എന്ന് സർവേ പറയുന്നു. 37-39 അങ്ങനെയാണ് കോന്നിയുടെ നില. അടൂരിൽ 39% വോട്ട് നേടി LDFിൻ്റെ പ്രജി കണ്ണൻ വിജയിക്കും എന്ന് പറയുന്നു. 38% UDFിന്, 22% വോട്ട് NDAയുടെ സ്ഥാനാർത്ഥി പന്തളം പ്രതാപൻ നേടും എന്നും പറയുന്നു. ഇനി കൊല്ലം ജില്ലയിലേക്ക് വന്നാൽ കരുനാഗപ്പള്ളി സുരക്ഷിതമായി CR മഹേഷ് നിലനിർത്തുമെന്ന് തന്നെയാണ് സർവേ പറയുന്നത്. 32-55 23% വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. ചവറ ഇക്കുറി ഷിബു ബേബി ജോൺ സുരക്ഷിതമായി തിരിച്ചു പിടിക്കും എന്നതാണ്. 39-46 വോട്ട് ഷിബു ബേബി ജോണിന് നേടാനാകും എന്ന് ചൂണ്ടിക്കാട്ടുന്നു. കുന്നത്തൂർ RSPയുടെ മറ്റൊരു മണ്ഡലം. ഉല്ലാസ് കോവൂരിലൂടെ അവിടെ കോവൂർ കുഞ്ഞുമോനെ പരാജയപ്പെടുത്തി വിജയിക്കാനാകും. 44-42 അതാണ് അവിടെ UDFിന് അനുകൂലമായി. കുന്നത്തൂരിലും ഒരു സ്ഥിതിവിശേഷം ഉണ്ട് എന്ന സൂചന ഈ PSR സർവേ നൽകുന്നത്. അതായത് RSPക്ക് ഒരു തിരിച്ചുവരവിൻ്റെ സൂചന നൽകുന്നുണ്ട്. കഴിഞ്ഞ 2 നിയമസഭകളിലും പ്രാതിനിധ്യമില്ലാതിരുന്ന RSP പോലുള്ള ഒരു പ്രധാനപ്പെട്ട UDF ഘടകകക്ഷിക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടാകുന്നു എന്ന സൂചനയാണ് വരുന്നത്. കൊട്ടാരക്കരയിൽ അതിശക്തമായ പോരാട്ടത്തിന് ഐഷ പൂറ്റിയെ അവതരിപ്പിച്ചുവെങ്കിലും കൊട്ടാരക്കരയിൽ വിജയം ബാലഗോപാലിനൊപ്പം നിൽക്കുമെന്ന് തന്നെയാണ് ഈ സർവേ പറയുന്നത്. 40-38 അതാണ്. അവിടെ കോൺഗ്രസിൽ നിന്ന് പോയ രശ്മി 21% വോട്ട് നേടും എന്നും പറയുന്നുണ്ട്. അവിടെ നിന്ന് പത്തനാപുരത്തേക്ക് വരുമ്പോൾ കൊല്ലം ജില്ലയിലെ ശ്രദ്ധേയ പോരാട്ടം നടക്കുന്ന ഇടമാണ്. മന്ത്രി KP ഗണേഷ് കുമാറിനെ കഴിഞ്ഞ തവണത്തെ എതിരാളിയായ ജ്യോതികുമാർ ചാമക്കാല നേരിടുന്നു. ഗണേഷ് കുമാറിന് അവിടെ അല്പം വിയർക്കേണ്ടി വരും എന്ന സൂചനയാണ്. 39-39 എന്നാണ് ഈ സർവേ നൽകിയിരിക്കുന്ന കണക്ക്. ഒരു നെക്ക് ടു നെക്ക് പോരാട്ടം എന്ന് അർത്ഥം. എങ്ങോട്ട് വേണമെങ്കിലും അറിയാം. പുനലൂരിൽ സുരക്ഷിതമായി UDF വിജയിക്കും. 5% LDF വിജയിക്കും. 5% വ്യത്യാസം. അവിടെ 45 LDFിന്, 40 UDFിന്. അവിടെ വിമതശല്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ ഒഴിവാക്കപ്പെട്ടു. പക്ഷേ അത് UDFിന് എളുപ്പത്തിൽ ജയിച്ചു കയറാൻ പറ്റുന്ന ഒരു മണ്ഡലമല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അത് CPIയുടെ സ്ഥാനാർത്ഥി അജയപ്രസാദിന് അവിടെ സുരക്ഷിതമായി ജയിക്കാനാകും എന്നാണ്. ചടയമംഗലത്തിലേക്ക് വരുമ്പോഴും 20% വ്യത്യാസം. മന്ത്രി ചിഞ്ചുറാണി സേഫായി അവിടെ ജയിക്കും എന്ന സൂചന വരുന്നു. കഴിഞ്ഞ തവണത്തെ എതിരാളി തന്നെയാണ് ഇപ്പോഴും മത്സരിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല എന്ന് സർവേ പറയുകയാണ്. കുണ്ടറയിലേക്ക് എത്തുമ്പോൾ അവിടെ വിഷ്ണുനാഥ് സജികുമാറിൻ്റെ എതിർപ്പിനെ മറികടന്ന് 3% വോട്ടിൻ്റെ വ്യത്യാസത്തിൽ 45-48 അങ്ങനെയാണ് വിഷ്ണുനാഥിന് ജയിച്ചു കയറാനാകുമെന്ന സൂചന വരുന്നുണ്ട്. കൊല്ലം മറ്റൊരു ശ്രദ്ധേയ പോരാട്ടം. മുകേഷ് മാറി അവിടെ ജയമോഹനെ പോലുള്ള ഒരു ജനകീയ നേതാവിനെ ഇടതുപക്ഷം അവതരിപ്പിച്ചിരിക്കുന്നുവെങ്കിലും ബിന്ദു കൃഷ്ണയ്ക്ക് അവിടെ ജയിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്ന സൂചന സർവേയിൽ വരുന്നു. 39-41 അതാണ് 2 സ്ഥാനാർത്ഥികൾക്കും കിട്ടാൻ സാധ്യതയുള്ള ശതമാനക്കണക്ക് ഇവിടെ നൽകുന്നത്. ഇരവിപുരം RSP കൊല്ലത്ത് മത്സരിക്കുന്ന 3ാമത്തെ സീറ്റിലും അവർ വിജയിക്കുമെന്ന സൂചനയാണ്. നൌഷാദിനെ പോലെ ജനകീയനായ ഒരു MLAയെ അട്ടിമറിക്കാൻ വിഷ്ണുമോഹൻ എന്ന ചെറുപ്പക്കാരന് സാധിക്കുമെന്ന സൂചന വരുന്നു. 40-39 40% വോട്ട് വിഷ്ണുവിന്, 39% വോട്ട് മാത്രമേ അവിടെ നൌഷാദിന് നേടാനാകൂ എന്നുള്ളതാണ്. അപ്പോൾ ഒരു വലിയ അട്ടിമറിക്കുള്ള സാധ്യത നിലനിൽക്കുന്നു എന്ന്. BJP A ക്ലാസ് മണ്ഡലങ്ങളുടെ ഗണത്തിൽപ്പെടുത്തിയിരിക്കുന്നു ചാത്തന്നൂരിൽ. പക്ഷേ അവർ ഇത്തവണ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടും എന്നാണ് ഈ സർവേ പറയുന്നത്. BJP BV ഗോപകുമാറിന് 25% വോട്ട്. LDF രാജേന്ദ്രനിലൂടെ ആ സീറ്റ് നിലനിർത്തും. ജയലാൽ മാറിയെങ്കിലും സുരക്ഷിതമായി നിലനിർത്താനാകുമെന്നുള്ളതാണ്. UDF സ്ഥാനാർത്ഥി സൂരജ് രവിക്ക് 29% വോട്ട് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നുമാണ്. അപ്പോൾ ആലപ്പുഴയിലും പത്തനംതിട്ടയിലും കൊല്ലത്തും ഒരു UDFിൻ്റെ തിരിച്ചുവരവ് ദൃശ്യമാകുന്നുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ കൊല്ലത്തും ഈ ആലപ്പുഴയിലും LDFിനേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടാൻ UDFിന് കഴിഞ്ഞേക്കുമെന്ന സൂചനയും ഈ സർവേ ഫലം നൽകുന്നുണ്ട്. പക്ഷേ അത് ഒരു വലിയ നേട്ടമല്ല. ഇപ്പോൾ ആലപ്പുഴയിൽ 9 സീറ്റുള്ളതിൽ കഴിഞ്ഞ തവണ ഒരെണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഇത്തവണ 5 സീറ്റുകൾ വരെ നേടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നു. കൊല്ലത്തേക്ക് വരുമ്പോഴും കഴിഞ്ഞ തവണ 2 സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഇത്തവണ 7 സീറ്റുകൾ വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ പത്തനാപുരത്തെ ആ നെക്ക് ടു നെക്ക് ഫൈറ്റ് UDFിന് അനുകൂലമായാൽ 7 സീറ്റ് വരെ. അപ്പോൾ 7-4 എന്ന നിലയിലേക്ക് അത് മാറും. UDFിന് അനുകൂലമായി കൊല്ലം ജില്ലയും മാറുന്ന സാഹചര്യം ഉണ്ടാകും. പക്ഷേ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ കാര്യം വിഭിന്നമാണ്. അവിടെ LDFിൻ്റെ ഒരു സർവാധിപത്യം തന്നെ തുടരുന്നു എന്ന സൂചനയാണ് ഈ സർവേ നൽകുന്നത്. വർക്കല കഹാറിനെ ഇറക്കിയെങ്കിലും 7% വ്യത്യാസത്തിൽ LDF ജയിക്കും, വി ജോയ് ജയിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. 44-37 അതാണ് അവിടുത്തെ വോട്ട് കണക്ക് എന്ന് PSR മുന്നോട്ട് വയ്ക്കുന്നു. ആറ്റിങ്ങലിൽ അവിടെ UDF ഇത്തവണ ഒരു യുവമുഖത്തെ ഇറക്കി, സന്തോഷ് ഭദ്രനെ ഇറക്കി ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുന്നുണ്ട് എങ്കിലും അത് ഫലം കാണില്ല.
37% വോട്ട് അവിടെ OS അംബിക സിറ്റിംഗ് MLA നേടും. പി സുധീർ BJP സ്ഥാനാർത്ഥി രണ്ടാമതെത്തും. UDF പതിവ് പോലെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്നാണ് ഈ സർവേ പറയുന്നത്. ചിറയൻകീഴിലേക്ക് വരുമ്പോൾ അവിടെ രമ്യ ഹരിദാസിൻ്റെ സാന്നിധ്യത്തിലൂടെ ശ്രദ്ധേയമായ ഇടമാണ്. പക്ഷേ അവിടെ NDAയും UDFും തമ്മിൽ രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള മത്സരം നടക്കുമെന്നാണ് പറയുന്നത്. 30-30 എന്നാണ് ആ കണക്ക് പറയുന്നത്. 37% വോട്ട് നേടി മനോജ് B ഇടമന ആ മണ്ഡലം CPIക്ക് വേണ്ടി, ഇടതു മുന്നണിക്ക് വേണ്ടി നിലനിർത്തും എന്ന് ഈ സൂചന നൽകുന്നു. നെടുമങ്ങാട്ടേക്ക് വരുമ്പോൾ അവിടെ മന്ത്രി GR അനിൽ 6% വോട്ട് വ്യത്യാസത്തിൽ ജയിക്കും എന്നാണ്. 41% അദ്ദേഹത്തിന്, 35% UDFന്. അവിടെ BJP സ്ഥാനാർത്ഥി യുവരാജ് ഗോകുൽ നല്ല പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. അദ്ദേഹത്തിന് 22% വോട്ടേ നേടാനാകൂ എന്നാണ് നൽകുന്ന സൂചന. വാമനപുരത്തേക്ക് വരുമ്പോൾ അവിടെയും സുധീർ ഷാ പാലോടിനെ ഇറക്കി UDF അതിശക്തമായ മത്സരം കാഴ്ചവെക്കുന്നുണ്ട്. പക്ഷേ DK മുരളി മൂന്നാമതും ജയിക്കുമെന്ന സൂചനയാണ് ഈ സർവേ നൽകുന്നത്. 43% അദ്ദേഹത്തിന്, 37% UDFന്, 18% NDAക്ക്. കഴക്കൂട്ടത്തേക്ക് വരുമ്പോൾ അവിടെ അതിശക്തമായ ത്രികോണ മത്സരം ഉണ്ട്. BJPക്ക് ജയിക്കാൻ, V മുരളീധരനിലൂടെ ജയിക്കാൻ കഴിയുമെന്നവർ കണക്ക് കൂട്ടുന്ന മണ്ഡലത്തിൽ പക്ഷേ 3% വോട്ട് വ്യത്യാസത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ മണ്ഡലം നിലനിർത്തും എന്ന് തന്നെയാണ് പറയുന്നത്. 39-36 അതാണ് കഴക്കൂട്ടത്തിൻ്റെ വോട്ട് കണക്ക്. അവിടെ ശരത്ചന്ദ്ര പ്രസാദ് 24% വോട്ട് നേടാനുള്ള സാധ്യതയിലേക്കാണ്. ഇനി വട്ടിയൂർക്കാവും തിരുവനന്തപുരവുമാണ്. വട്ടിയൂർക്കാവ് ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ത്രികോണ മത്സരം നടക്കുന്ന ഇടമാണ്. അവിടെ V മുരളീധരൻ VK പ്രശാന്തിനേക്കാൾ 1% വോട്ടിൻ്റെ എഡ്ജ് നേടി വിജയിക്കും എന്നതാണ്. 32 ശ്രീലേഖ, 33 പ്രശാന്ത്, 34 മുരളീധരൻ. അപ്പോൾ ഒരു ക്ലോസ് ഫൈറ്റ് നടക്കുന്ന ഇടം. എങ്ങോട്ട് വേണമെങ്കിലും അവസാന നിമിഷങ്ങളിലെ ചാഞ്ചാട്ടങ്ങളൊക്കെ ഒരുപക്ഷെ വിധിയെഴുത്തിൽ സ്വാധീനിച്ചേക്കാവുന്ന ഒരിടമാണ്. വീണ്ടും പറയുന്നു, ഇത് നമ്മളുടെ അഭിപ്രായമല്ല. PSR മാർക്കറ്റ് റിസർച്ച് അവർ ഓരോ മണ്ഡലത്തിലെയും 1000-ലധികം വോട്ടർമാരെ നേരിൽ കണ്ട് തയ്യാറാക്കിയ ഒരു സർവേ റിപ്പോർട്ടാണ്. അതുകൊണ്ട് സുഹൃത്തുക്കൾ, ഇത് എൻ്റെ അഭിപ്രായമായോ ഇത് ജേണോയുടെ അഭിപ്രായമായോ വ്യാഖ്യാനിക്കേണ്ടതില്ല. ഞങ്ങളുടെ അഭിപ്രായം, ഞങ്ങൾ നടത്തുന്ന തെരഞ്ഞെടുപ്പ് വിശകലനം ഇതിന് പിന്നാലെ വരുന്നുണ്ട്. ഇത് 3 ഘട്ടങ്ങളിലായി അവർ നടത്തിയ സർവേയെ, PSR സർവേയെ നമ്മൾ അവതരിപ്പിച്ചിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ വട്ടിയൂർക്കാവിൽ ഇതാണ് സ്ഥിതിവിശേഷം എന്ന് PSR പറയുന്നു. തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ അവിടെയും ശക്തമായ ത്രികോണ മത്സരം. പക്ഷേ LDF സ്ഥാനാർത്ഥി ഒരുപക്ഷെ മൂന്നാം സ്ഥാനത്തേക്ക് പോയേക്കുമെന്ന സൂചന വരുന്നു. 2% വ്യത്യാസത്തിൽ CP ജോൺ, അദ്ദേഹത്തിന് നിയമസഭയിലേക്ക് എത്താനുള്ള ഒരു ഭാഗ്യം ഇത്തവണ ഉണ്ടാകുമെന്ന സൂചനയാണ് ഈ സർവേ നൽകുന്നത്. നേമത്ത് പക്ഷേ BJPക്ക് അനുകൂലമാണ് കാര്യങ്ങൾ എന്ന് ഈ സർവേ പറയുന്നു. രാജീവ് ചന്ദ്രശേഖർ 1% വോട്ടിൻ്റെ വ്യത്യാസത്തിൽ ശിവൻകുട്ടിയെ പരാജയപ്പെടുത്താനുള്ള സാധ്യത. 35 രാജീവ് ചന്ദ്രശേഖർ, 34 ശിവൻകുട്ടി, 30 ശബരിനാഥൻ എന്നുള്ളതാണ് അവർ നൽകുന്ന കണക്ക്. അരുവിക്കരയിലേക്ക് വരുമ്പോൾ അവിടെ സ്റ്റീഫൻ സീറ്റ് നിലനിർത്തും. 41% സ്റ്റീഫന്, 39% അവിടെ UDF സ്ഥാനാർത്ഥിയായ ശിവകുമാറിന്. പാറശാലയിലും LDF സുരക്ഷിതമായി തന്നെ സീറ്റ് നിലനിർത്തും. 2% വോട്ട് വ്യത്യാസം, 40-38 എന്നുള്ളതാണ്. കാട്ടാക്കടയിലും 39-33 അവിടെ 6% വ്യത്യാസത്തിൽ IB സതീഷ് സീറ്റ് നിലനിർത്തും എന്ന സൂചനയാണ്. കോവളത്തേക്ക് വരുമ്പോൾ കോവളത്ത് വിൻസെൻറ്റിന് തൽക്കാലം ഭീഷണികളില്ല എന്ന സൂചന ഉണ്ടാകുന്നു. 35-43 പക്ഷെ അവിടെ NDA സ്ഥാനാർത്ഥിയായി TN സുരേഷും LDF സ്വതന്ത്രനായി ഭഗത് റൂഫസും മത്സരിക്കുമ്പോൾ മത്സരത്തിനൊരു ടൈറ്റ് സ്വഭാവം ഉണ്ടാകും എന്ന് കരുതുന്നുണ്ട്. എങ്കിലും ഈ സർവേ പ്രകാരം 35-43 8% വ്യത്യാസം അവിടെ ഉണ്ട് എന്നതാണ്. നെയ്യാറ്റിൻകര മണ്ഡലത്തിലേക്ക് വന്നാൽ നെയ്യാറ്റിൻകരയിൽ N ശക്തനെ പോലെ ഒരു കോൺഗ്രസിൻ്റെ പ്രമുഖനായ നേതാവ് അവിടെ UDF സ്ഥാനാർത്ഥിയായി നിൽക്കുന്നുണ്ട്. എങ്കിലും ആ സീറ്റ് നേടാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് സർവേ പറയുന്നത്. 7% വ്യത്യാസത്തിൽ സിറ്റിംഗ് MLA ആൻസലൻ വിജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലേക്ക് വരുമ്പോൾ കോവളം, തിരുവനന്തപുരം, വട്ടിയൂർക്കാവ് ഈ 3 സീറ്റുകളിൽ മാത്രമാണ്. അതിൽ വട്ടിയൂർക്കാവിലും തിരുവനന്തപുരത്തും പ്രവചനാതീതമായ ടൈറ്റ് ഫൈറ്റ് നടക്കുന്നുണ്ട്. കോവളം മാത്രമാണ് സേഫ് ലാൻഡിങ്ങിന് UDFന് കഴിയുന്നത് എന്ന് PSR പറയുന്നു. മറ്റ് 2 സീറ്റുകൾ കൂടി നേടാനുള്ള സാധ്യത നിലനിൽക്കുന്നു. 1 സീറ്റ് BJP നേടും എന്നും പറയുന്നുണ്ട്. ബാക്കിയുള്ള ഇടങ്ങളിലെല്ലാം സുരക്ഷിതമായ മാർജിനിൽ LDF സ്ഥാനാർത്ഥികൾക്ക് ജയിക്കാൻ കഴിയും, അവരുടെ സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്താൻ കഴിയുമെന്ന സൂചനയാണ് ഈ സർവേ ഫലം നൽകുന്നത്. അപ്പോൾ 140 മണ്ഡലങ്ങളിലൂടെയും നമ്മൾ 3 ഘട്ടങ്ങളിലായി കടന്നു. ഈ 140 മണ്ഡലങ്ങളിലൂടെ 77 മുതൽ 85 വരെ സീറ്റുകൾ UDFന് നേടാനാകും. 54 മുതൽ 63 വരെ സീറ്റുകളാണ് LDFന് ഈ തെരഞ്ഞെടുപ്പിൽ നേടാനാവുക എന്ന് PSR പറയുന്നത്. ഈ ഡാറ്റകളുടെ അടിസ്ഥാനത്തിലാണ്. BJPക്ക് 1 സീറ്റ് നേടാനുള്ള സാധ്യതയുണ്ട്. കഴക്കൂട്ടവും
പാലക്കാട് വടക്കം അവർക്ക് ക്ലോസ് ഫൈറ്റിലേക്ക് വരുന്ന മണ്ഡലങ്ങളുടെ ഗണത്തിൽപ്പെടുത്തുന്നുണ്ട്. കാരണം 1%-ൻ്റെയൊക്കെ വ്യത്യാസമേ അവിടെ വരുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ എന്തും സംഭവിക്കാം എന്ന ഗണത്തിൽ നമുക്ക് പെടുത്താവുന്ന ഇടങ്ങൾ. എന്തായാലും PSR സർവേയുടെ ഈ അവലോകന പരമ്പര ഇവിടെ അവസാനിക്കുകയാണ്. 140 മണ്ഡലങ്ങളുടെയും സ്ഥിതി എന്ത് എന്നുള്ളത് PSR അവതരിപ്പിച്ചത് നമ്മളിപ്പോൾ പ്രിയപ്പെട്ടവരുടെ മുന്നിലേക്ക് എത്തിച്ചു കഴിഞ്ഞു.